നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് മൊഡ്യൂൾ 2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ EOQനെ പറ്റി പറഞ്ഞിരുന്നു, അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണം. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ആ ഇക്വേഷനും പറഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പ്രോബ്ലം ഒന്ന് വായിക്കാം. ഓക്കെ, ഇല്ലിസ്ട്രേഷൻ 1 ആണ് പറയുന്നത്. അതിൽ പറയുന്നത് കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇങ്ങനെയാണ്: കൺസംഷൻ ഓഫ് ദ മെറ്റീരിയൽ പെർ ആനം, അതായത് ഒരു വർഷം നമ്മൾ എന്തുമാത്രം മെറ്റീരിയലാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 6000 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു വർഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പറയുന്നുണ്ട് 6000 യൂണിറ്റ്. തൊട്ട് താഴെ പറയുന്നു ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ചെലവ് എത്രയാണ്? 15 പെർ ഓർഡർ ആണ്. അപ്പം ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന ചെലവ് എത്രയാണ്? 15 എന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് പറയുന്നത് എന്താണ്? കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ഉണ്ടാവുന്ന കോസ്റ്റ്, അല്ലെ, നമ്മൾ ഒരു യൂണിറ്റ് വാങ്ങാൻ എത്ര രൂപ വേണം? 2.5 രൂപയാണ്. അങ്ങനെ നമ്മളിവിടെ മൊത്തം എത്ര യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്? 6000 യൂണിറ്റ് ആണ് മൊത്തത്തിൽ ഒരു വർഷം നമുക്ക് വേണ്ടുന്നത്. ഒരു യൂണിറ്റിന് 2.5 രൂപയെന്നും പറയുന്നുണ്ട്. തൊട്ട് താഴെ പറയുന്നു ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്, അല്ലെ, നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്. ആവറേജ് ഇൻവെന്ററിയുടെ 20% എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണോ നമ്മളുടെ ഇൻവെന്ററിയുടെ കോസ്റ്റ് അതിൻ്റെ 20% എന്തെന്ന് പറയുന്നത്? ക്യാരിയിങ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഇക്വേഷൻ എഴുതിയാൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് ഓരോന്നും, ആ ഇക്വേഷനകത്ത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: EOQ √2CO ഡിവൈഡഡ് ബൈ I. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ റൂട്ടും 2ഉം ഇത് കോമൺ ആയിട്ടാണ് നമ്മുടെ ഇക്വേഷനകത്ത് തന്നെ ഉള്ളതാണ്. C എന്താണെന്ന് വെച്ചാൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം, ഒരു വർഷം നമ്മൾ എന്തുമാത്രം മെറ്റീരിയൽ ആണോ കൺസ്യൂം ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞാൽ അതാണ് എന്ത്? C. അപ്പോൾ എന്താണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം, ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽ എത്രയാണോ അതാണ് ഈ C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. O എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർഡറിങ് കോസ്റ്റ് ആണ്. ഓക്കെ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിന് എന്ത് ചെലവാണോ അതാണ് ഇവിടെ O കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം, ഒരു യൂണിറ്റ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി നമുക്കുണ്ടാവുന്ന ക്യാരിയിങ് കോസ്റ്റ് അതാണ് ഇവിടെ. അല്ലെങ്കിൽ ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക്, അല്ല, ആ ഇൻവെന്ററി ക്യാരി ചെയ്യുന്നതിന് നമുക്കുണ്ടാവുന്ന കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? I. അപ്പം ഇത്രയും ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EOQ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെയാണ്. √2CO ഡിവൈഡഡ് ബൈ I എന്നാണ്. അതിൽ C എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം, ഒരു വർഷത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. O എന്താണ്? ഓർഡറിങ് കോസ്റ്റ് പെർ ആനം. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. അപ്പം നമുക്ക് ഇല്ലിസ്ട്രേഷൻ 1 ആണ് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്? കൺസംഷൻ ഓഫ് ദ മെറ്റീരിയൽ പെർ ആനം എന്താണ്? 6000 യൂണിറ്റ്, അല്ലേ. ഒരു വർഷം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ എണ്ണം 6000 യൂണിറ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിൻ്റെ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.50, 2.5 രൂപ എന്ന് പറയുന്നു. തൊട്ട് താഴെയായിട്ട് പറയുന്നുണ്ട് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻവെന്ററിയുടെ 20% ആണ്. അപ്പം നമ്മളിവിടെ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. EOQ √2CO ഡിവൈഡഡ് ബൈ I. ഇത് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് എഴുതാം. നമുക്ക് C തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ് C എന്ന് പറയുന്നത്? തുടക്കത്തിലേ പറയുന്നുണ്ട് കൺസംഷൻ ഓഫ് ദ മെറ്റീരിയൽ പെർ ആനം, അതാണ് C. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6000. O നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണോ? O എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡറിങ് കോസ്റ്റ് ആണ്. ഇവിടെ പറയുന്നുണ്ട് 15 രൂപയാണ്. ഇനി I എന്ന് പറയുന്നത് നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം, അല്ലെ, ഒരു യൂണിറ്റിൻ്റെ ക്യാരിയിങ് കോസ്റ്റ്. അപ്പം നമുക്കിവിടെ 20% എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു യൂണിറ്റിൻ്റെ വില നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്?
2.5 രൂപയാണ് എന്തെന്ന് പറയുന്നത് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് അല്ലെ. ഈ 2.5 രൂപയുടെ എത്ര ശതമാനം? 20% എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഡയറക്റ്റ് തന്നില്ലെങ്കിൽ പെർ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർ യൂണിറ്റിന്റെ ഇവിടെ എത്ര പെർസെന്റേജ് എന്ന് പറയുന്നുണ്ട്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് 20% എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെർ യൂണിറ്റ് ഇൻറ്റു ആ 20% ചെയ്യുക. അപ്പൊ നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ 1 ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നത് നമുക്ക്. അപ്പൊ നമുക്ക് ഇക്വേഷനകത്ത് ഇടേണ്ട ഐറ്റംസ് എല്ലാം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്താണ് ഇക്വേഷനകത്ത് ഇടേണ്ടത്? √2. ഇത് നമ്മുടെ ഇക്വേഷനകത്തുള്ള 2 ആണ്. സിയുടെ സ്ഥാനത്ത് എത്ര ഇടുക? 6000 ഇൻറ്റു O എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ I എത്രയായിരുന്നു? 0.5. റൂട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 600 യൂണിറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? 600 യൂണിറ്റ് വാങ്ങുവാണെങ്കിൽ, അതായത് നമുക്ക് മൊത്തം 6000 യൂണിറ്റ് ആണ് ഒരു വർഷം വേണ്ടുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യാം? ഓരോ വട്ടവും 600 യൂണിറ്റ് വെച്ച് നമ്മൾ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ EOQ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഏത് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭകരം എന്നാണ്. അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? 600 യൂണിറ്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇല്ലസ്ട്രേഷൻ 1. ഇതുപോലെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട്, അത് നമുക്ക് മറ്റു വീഡിയോസിലൂടെ കാണാം.